ശബരിമല സ്വർണ്ണമോഷണത്തിൽ ചർച്ചയ്ക്ക് നിൽക്കാതെ നിയമസഭയിൽ ഇന്നും ഒളിച്ചോടി പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ പ്രതിപക്ഷ ബഹളം. അതേസമയം പ്രതിപക്ഷം സഭാ കവാടത്തിൽ നടത്തുന്ന സമരം സർക്കാരിനെതിരെയല്ല, ഹൈക്കോടതിക്ക് എതിരായ സമരമായിട്ടാണ് വരികയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു സമരമായിട്ടല്ല വരിക. യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ളൊരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് മാറുന്നതാണോ നമുക്ക് കാണാൻ കഴിഞ്ഞത്? ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ എന്തുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ഇന്നും ഭരണപക്ഷം ഉന്നയിക്കുകയായിരുന്നോ? മനു, ഇന്നും ഈ ശബരിമല വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. മറ്റൊരു വിഷയത്തിൽ ഊന്നി അടിയന്തര പ്രമേയം കൊണ്ടുവരിക, പക്ഷേ സഭയിൽ ഈ ശബരിമല വിഷയത്തിൽ ഊന്നി തന്നെയുള്ള പ്രതിഷേധം തുടരുക, ഇതായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ, കാരണം പ്രതിപക്ഷത്തിന് തന്നെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്, ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി നൽകുകയാണെങ്കിൽ അതൊരു പക്ഷേ സർക്കാർ ചർച്ചയ്ക്കെടുത്താൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ അങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കാത്തത്. ഇന്ന് സഭ ആരംഭിച്ചത് ചോദ്യോത്തരവേളയോടുകൂടിയായിരുന്നു. ആ ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് പറഞ്ഞത്, ഞങ്ങൾ കുറച്ച് നാളായി സമരത്തിലാണ്. ഈ സഭയിൽ പ്രധാനമായും ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ രാജിയടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം അത് ഞങ്ങൾ തുടരുകയാണ്. അതിന്റെ ഭാഗമായി 2 MLA-മാർ നജീബ് കാന്തപുരവും CR മഹേഷും സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ് ഇന്നു മുതൽ എന്നുള്ള കാര്യമാണ് അറിയിച്ചത്. ഒരു നിമിഷം, കഴിഞ്ഞ സഭാകാലത്ത് ഇതുപോലെ 2 MLA-മാർ സമരം ഇരുന്നിരുന്നില്ലേ? അവരുടെ പൊടി പോലും പിന്നീട് കണ്ടിരുന്നില്ല. തീർച്ചയായും അത് സഭാ സമ്മേളനം അവസാനിക്കാൻ പോകുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ ഇതുപോലെ പ്രതിപക്ഷ MLA-മാർ സഭാ കവാടത്തിൽ സത്യാഗ്രഹം വരുന്നത്. പക്ഷേ അതിൽ നമുക്കറിയാം സഭ അവസാനിക്കും എന്നുള്ളത് കൊണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു നീക്കമായിരുന്നു പ്രതിപക്ഷം അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ സ്വാഭാവികമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു തരത്തിലും ചർച്ച പോകാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ രീതിയിലൊരു പ്രതിഷേധം, ഒരു സത്യാഗ്രഹ സമരം എന്നുള്ളൊരു ലൈനിലേക്ക് പ്രതിപക്ഷം അവരുടെ നിലപാട് മാറ്റിയത്. കാരണം ഈ വിഷയം ഉന്നയിക്കാതിരിക്കാൻ സാധിക്കുകയില്ല, പക്ഷെ സഭയ്ക്കുള്ളിൽ ഉന്നയിച്ചാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകും. ആ ഒരു ഘട്ടത്തിലാണ് അങ്ങനെ ഒരു നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. വ്യക്തമാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ലേ, ഈ അന്വേഷണം നടത്തുന്നത് എങ്ങനെയാണ്? ഈ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ അന്വേഷണ സംഘം SIT പ്രവർത്തിക്കുന്നത്? ഹൈക്കോടതി ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും SIT നൽകുന്ന വിവരങ്ങൾ വെച്ച് അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും അന്വേഷണത്തിന്റെ വഴികളിൽ കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരായ ഒരു സമരമായിട്ടല്ലേ മാറിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഈ അന്വേഷണത്തിൽ സർക്കാരിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ. നിയന്ത്രിക്കുന്നതും റിപ്പോർട്ട് വാങ്ങുന്നതും റിപ്പോർട്ട് പരിശോധിക്കുന്നതും എല്ലാം ഹൈക്കോടതിയല്ലേ? തീർച്ചയായും മനു, അത് തന്നെയാണ് മുഖ്യമന്ത്രിയും എന്ന് സൂചിപ്പിച്ചത്. കാരണം പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സഭയിൽ നിന്നും പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ സഭ വിട്ടിറങ്ങി പോവുകയായിരുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഈ ഒരു അന്വേഷണം എന്ന് പറയുന്നത് അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്, അതിന് സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ സഭാ കവാടത്തിൽ പ്രതിപക്ഷ നേതാവ് സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഹൈക്കോടതിക്കെതിരെയുള്ള സമരം എന്ന രീതിയിൽ തന്നെയായിട്ടാണ് മാറുക എന്നുള്ള കാര്യമാണ്. അതിലൊരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം സർക്കാരിന് ഈ കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു റോളും ഇല്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനെ ഒരു ഹൈക്കോടതിക്കെതിരായിട്ടുള്ള സമരമായി തന്നെയാണ് കാണുവാനും സാധിക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല.